അപ്പൊ ദേണ്ട പിടിച്ചോ, ഈ ഇരിക്കുന്ന ഒരു അലമാര നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റുകൾ ഇട്ടോ. അതിന്റെ അകത്ത് സാനികർ ഇരുന്നോളാൻ പറഞ്ഞു ഇനി അതിന്റെ അടിയിൽ കമന്റ് ഇടും. പറയല് മാത്രമേ ഉള്ളൂ, സാധനം ഇരുത്തിയില്ലെന്ന് പറയും. ഇരുന്ന ഒടിഞ്ഞ് വീഴുമെന്നും പറയും. ഇരുത്തും. എന്നെ ഇരുത്താൻ പോവാ. തനിക്ക് ഇഷ്ടമുള്ളത് എവിടെയെങ്കിലും കയറിയിരുന്നോ, വേണമെങ്കിൽ അടച്ചും വെക്കാം. ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോവാണെങ്കിൽ അലമാരകളുടെ വമ്പൻ കളക്ഷൻസ് ആണുള്ളത്. വമ്പൻ കളക്ഷൻസ്. ക്യാഷ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ EMI പരിപാടി ഉണ്ട് കേട്ടോ. EMI ഉണ്ട്. അത് ബജാജും മറ്റേ മണ്ണാങ്കട്ടൊന്നും അല്ല. നമ്മൾ നേരിട്ട് അല്ല, അത് പറയണം. എന്താണെന്നുണ്ടെങ്കിലേ നമ്മൾ ഈ സാധാരണക്കാരാണ്. 1-ാം തീയതി EMI കട്ടാവോ, ആ പേടിച്ച് നൊളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ നമ്മുടെ സ്ഥാപനം തന്നെ നിങ്ങൾക്ക് EMI വരും. അതാണല്ലോ. നിങ്ങൾ മാസം ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇതുപോലെയൊക്കെ നല്ല ലോക്കിംഗ് സെറ്റപ്പ് ഉള്ള അലമാരകളാണ്. ഇതുപോലെ ലോക്കിംഗ് സെറ്റപ്പ് ഉള്ള മേടിക്കണം. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്ലൈവുഡും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കബോർഡ് ഉണ്ടാക്കി പണി കിട്ടിയ ആൾക്കാരാണ് കൂടുതൽ മേടിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ ബോർഡിന്റെ അലമാരകളൊക്കെ കിട്ടിയിരിക്കാം. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ വിജാഗരി കംപ്ലൈന്റ് ആവും, പല പ്രശ്നങ്ങളും വരും. ഇത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെൽഡ് ചെയ്ത് വെച്ചേക്കാ, ഫുൾ വെൽഡഡ് ആണ്. ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് കൊടുക്കണേ. ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ദേണ്ട പിടിച്ചോ, ഈ ഇരിക്കുന്ന ഒരു അലമാര നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഒരു കാര്യമുള്ളൂ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റുകൾ ഇട്ടോ. നിസാര അലമാരയൊന്നും അല്ല, അലമാരകളുടെ വമ്പൻ കളക്ഷൻസ് ഉള്ള ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സ്റ്റീൽ അലമാര. സ്റ്റീൽ അലമാര പൗഡർ കോട്ട് ചെയ്തേക്കുന്നത്. പൗഡർ കോട്ട് ചെയ്യുന്ന നല്ല കിടിലൻ അലമാരയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അലമാരകളുടെ. ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഹോൾസെയിൽ ആണ്. ഹോൾസെയിൽ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ഇവർക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഹോൾസെയിൽ സപ്ലൈ ഉണ്ട്. പിന്നെ അത് കൂടാതെ തമിഴ്നാട് ഫുൾ ഉണ്ട്, ആന്ധ്ര ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എന്തോ ഇവിടെ നിന്ന് ഒരു അലമാര മേടിച്ചാൽ നിങ്ങൾക്ക് ആന്ധ്രയിൽ ഈ അലമാര ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേ. ഇതേ റേറ്റ് തന്നെ ഫ്രീ ആയിട്ട് അവിടെ എത്തും. ഈ വരുന്ന അലമാര നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അലമാരക്ക് 10-16,000 രൂപ വില വരുന്ന അലമാരയാണ് കേട്ടോ. ചുമ്മാ അലമാരയല്ല തരുന്നത്, അല്ലേ ഏട്ടാ? പിന്നല്ലാതെ. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്തോ. അതുപോലെ തന്നെ ഇവരുടെ ഒരു പേജ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തോ. നല്ല കിടിലൻ അലമാര ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. സാനി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും കേട്ടോ. തരാന്ന് പറഞ്ഞാൽ തരും. അത് നിങ്ങൾക്ക് അറിയാലോ, തീർച്ചയായിട്ടും തരും. അപ്പൊ മാക്സിമം വീഡിയോ നല്ല നല്ല കമന്റുകൾ ഇട്ട് ഷെയർ ചെയ്തോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് അലമാരകൾ ഞാൻ കണ്ടിട്ടുണ്ട്, സാധാ സ്റ്റീൽ അലമാരകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അലമാരകളുടെ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അലമാരകളുടെ വമ്പൻ കളക്ഷൻസ് ആണുള്ളത്. വമ്പൻ കളക്ഷൻസ്. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ സ്റ്റീൽ അലമാര എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളുടെ. ഇത് ഞങ്ങൾ കുറെ അപ്ഡേറ്റ് ചെയ്തേക്കാണ്. നമ്മൾ ഏതാണ്ട് ഒരു 1988 തുടങ്ങിയ കമ്പനിയാണ്. 1988 തുടങ്ങിയ 36 വർഷമായിട്ട് ഹോൾസെയിലാണ് കൂടുതലും. ഫർണിച്ചർ ഷോപ്പുകളിലേക്ക് സപ്ലൈ. അതിപ്പോ കേരളത്തിലേക്കാളും കൂടുതൽ തമിഴ്നാട്, ആന്ധ്രയാണ് ചെയ്യണത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരാൾ പർച്ചേസ് ചെയ്യുന്നു, ഓൺലൈൻ പർച്ചേസ് ആയിരിക്കും, എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും തമിഴ്നാട്, ആന്ധ്ര, ഈ 3 സ്റ്റേറ്റും നമ്മുടെ വണ്ടികൾ എപ്പോഴും ഫുൾ ടൈം ഉണ്ടാവും. നിങ്ങളിപ്പോ ഒരു സാധനം എന്റെ ഒരു അലമാര മേടിച്ചു, നീ ഒരു അലമാര മേടിച്ചിട്ട് ആലപ്പുഴയിൽ വേണമെന്ന് പറയാണ്. തിരുവനന്തപുരം ഭാഗത്തേക്ക് നമുക്ക് ഏകദേശം ആഴ്ചയിൽ 3-4 ദിവസം വണ്ടിയുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് ഹോൾസെയിൽ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതൊരെണ്ണം കയറ്റി വെച്ച് കൊണ്ടു തരും. അതിന് ഞങ്ങൾക്കൊന്നും തരണ്ടേ, ഫ്രീ. ഒന്നും തരണ്ട, ഫ്രീ. അപ്പൊ നല്ലൊരു സ്ഥാപനമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ ബസ് റൂട്ടിൽ നമ്മൾ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം മനക്കപ്പടി എന്ന് പറയും. മനക്കപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റോയൽ ഫർണിച്ചർ, ഇവർക്ക് ഫർണിച്ചർ സ്ഥാപനമുണ്ട്. സ്റ്റീൽ അലമാരകളുടെ വമ്പൻ കളക്ഷൻസ് ആണുള്ളത്. അത് മാത്രമല്ല, ഇവർക്ക് ഫർണിച്ചറും കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമുണ്ട് അല്ലേ? ഫർണിച്ചർ, വീടുകളുടെ ഫുൾ ഇന്റീരിയർ ഉണ്ട്. ഇന്റീരിയർ ഉണ്ട്. കട്ട്ല, ജനൽ, ഡോറുകൾ തൊട്ട് ഫർണിച്ചർ, സോഫ, അതുകൂടാതെ ഹോം അപ്ലയൻസിന്റെ എല്ലാ പരിപാടികളും ഉണ്ട്. നല്ല കൂടുതലും ഈ അലമാരനെ പ്രൊമോട്ട് ചെയ്യണ എന്താന്ന് വെച്ചാല്, ആളുകളുടെ മനസ്സിൽ ഇപ്പൊ സാനി പറഞ്ഞ പോലെ സ്റ്റീലിന്റെ അലമാര എന്ന് പറയുമ്പോ പഴയ ഒരു കൺസെപ്റ്റ് ആണ്. സംഭവം അങ്ങനെയല്ല, ഇതിൽ കുറെ സംഗതികളുണ്ട്. ഡിജിറ്റൽ ലോക്കർ വരെയുള്ള അലമാര ഉണ്ട്. നമുക്ക് പരിചയം ഒന്ന് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ഇത് ഏതാണ്ട് ഒരു 15,800 റേറ്റ് വരുന്ന അലമാരയാണ്. 15,800 വരുന്നത് അല്ല, ഇത് 15,800 എന്ന് പറഞ്ഞില്ലേ? ഈ സാധനം ഒരു 7,900 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആണോ? ഒരു 50,000 രൂപ പോകുന്നുണ്ട്. ഇതിന്റെ എല്ലാ റേറ്റിലും റേറ്റ് കൂടിയതും കുറഞ്ഞതും അതിനനുസരിച്ചുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇത് 15,800 എന്ന് പറഞ്ഞു, ഇത് 36,800 ആണ്. ഒന്ന് ഇങ്ങോട്ട് നോക്കി. അത് 36 സാധനം നോക്കിയേ വന്നേ. 36 എന്ന് പറയുന്നത് എന്താ കാരണം? തുറന്നു നോക്കിയേ, നല്ല അടിപൊളി ലോക്കർ. ഇതിന്റെ ലോക്കർ കണ്ടില്ലേ? അടിപൊളി ലോക്കറാണ്. അപ്പൊ അതിന് അത്രയും വരുന്നുണ്ട്. വ്യത്യാസം വരുന്നത് അല്ലേ? ഒരേ കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ ഇങ്ങോട്ട് വന്നേ, അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാണാൻ. ഇത് വന്നു കഴിയുമ്പോൾ മാനുവൽ ലോക്കിംഗ് സിസ്റ്റം. മാനുവൽ ലോക്കിംഗ് സിസ്റ്റം ആണ്. മാനുവൽ ലോക്കിംഗ് ലോക്കറിന്റെ പരിപാടിയാണ്. അപ്പൊ അതിന് എത്ര രൂപ വരും?
ഇതിന്റെ ഈ ഒരു 10-25 രൂപ മുതൽ ഇതും തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണ് അങ്ങനെ 50,000 രൂപ അതും പോകുന്നുണ്ട്. എല്ലാ റേറ്റിലും ഐറ്റങ്ങളുണ്ട് നമ്മളുടെ. പിന്നെ അത് കൂടാതെ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ EMI പരിപാടി ഉണ്ട് കേട്ടോ. EMI ഉണ്ട്. അത് ബജാജും മറ്റേ മണ്ണാങ്കട്ടൊന്നുമല്ല കേട്ടോ. നമ്മൾ നേരിട്ട് അല്ല അത് പറയണം. എന്താണെന്നുണ്ടെങ്കിലേ നമ്മൾ ഈ സാധാരണക്കാരാണ്. 1-ാം തീയതി EMI കട്ടാവോ ആ പേടിച്ച് നൊളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ നമ്മുടെ സ്ഥാപനം തന്നെ നിങ്ങൾക്ക് EMI വരും. അതാണല്ലോ. നിങ്ങൾ മാസം ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. EMI വേണമെങ്കിൽ നിങ്ങൾ മന്ത്ലി അഡ്വാൻസ് പേയ്മെന്റ് എന്നിട്ട് മന്ത്ലി ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. അല്ലാതെ ബാങ്കിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന ആ പരിപാടി വിശ്വാസം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ EMI നമ്മുടെ സ്ഥാപനം തന്നെ നിങ്ങൾക്കായിട്ട് തരും. അതും പേടിക്കണ്ട. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള അലമാര ഏതാണ്? ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകൾ എടുക്കുന്നതേ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയൊക്കെ നല്ല ലോക്കിംഗ് സെറ്റപ്പ് ഉള്ള അലമാരകളാണ്. ഇതുപോലെ ലോക്കിംഗ് സെറ്റപ്പ് ഉള്ള അലമാരകൾ. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലൈവുഡും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കബോർഡ് ഉണ്ടാക്കി പണി കിട്ടിയ ആൾക്കാരാണ് കൂടുതൽ മേടിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ ബോർഡിന്റെ അലമാരകളൊക്കെ കിട്ടിയിരിക്കാം. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ വിജാഗരി കംപ്ലൈന്റ് ആവും, പല പ്രശ്നങ്ങളും വരും. ഇത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെൽഡ് ചെയ്ത് വെച്ചേക്കാ, ഫുൾ വെൽഡഡ് ആണ്. ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് നേരിട്ട് വേണമെങ്കിൽ വന്ന് നോക്കാം, ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരെയുള്ളവർക്കും വന്ന് നോക്കാം, നമ്മുടെ സ്ഥാപനം ഒന്ന് കണ്ടിട്ടൊക്കെ പോവാ അല്ലെ. കാരണം വേറെ കൊണ്ടല്ല, കേരളത്തിൽ ഇത്രയും സ്റ്റീൽ അലമാരകൾ ഏതാണ്ട് ഒരു 500 മോഡലിന് മേലെ നമ്മൾ ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് 500 കൂടുതലും ഡീലർമാർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ റീറ്റെയിൽ ആയിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് വന്ന് നോക്കുന്നുണ്ട് ഇപ്പോ. അവർക്ക് വീടിന് അനുസൃതമായ അളവിൽ ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കിയും കൊടുക്കാം. നമുക്ക് തന്നെ പ്രൊഡക്ഷൻ ഉണ്ട്. അത് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതായത് കേരളത്തിലെ അലമാരകളുടെ ഇത്രയും കളക്ഷനുള്ള ഒരു സ്ഥാപനം, അത് ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി. അലമാരകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും സ്റ്റാർട്ടിങ് എങ്ങനെ വരും? നമുക്ക് 4,900 രൂപ അലമാരയുണ്ട്. 4,900 മുതൽ അലമാരയുണ്ട്. അത് ഏതാണ്ട് 1 ലക്ഷം രൂപ വരെ പോകുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെ വരുന്ന അലമാരകളുണ്ട്. സാനി പിന്നെ വേറൊരു കാര്യം, അതെ നമ്മുടെ ഷോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ടുകൾ, ഓഫറുകൾ, ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാര്യങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചില കടകളിൽ പറയണ 50% ഓഫർ, 75% ഓഫർ. സംഭവം എല്ലാവർക്കും അറിയാലോ. ആ വില കൂട്ടി പറഞ്ഞുകൊണ്ടാണ് കുറക്കണത്. ഇതിപ്പോ ഇതിന്റെ റേറ്റ് 15,300 റേറ്റ് വരുന്നുണ്ട്. ഇത് നീ എനിക്ക് വേണമെങ്കിൽ 20,000 രൂപ എന്ന് പറഞ്ഞിട്ട് 5,000 രൂപ ഓഫറാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറയാം. കാരണം അങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് എല്ലാവർക്കും ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാവർക്കും കിട്ടും. പിന്നെ വെറുതെ പറയാം ഞങ്ങൾ 25,000 രൂപക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനമാണത്, ഇപ്പൊ ഓഫർ കഴിച്ച് ഞങ്ങൾ 15,000 രൂപ കിട്ടുന്നിട്ട് കാര്യമില്ല. ആക്ച്വലി അതിന്റെ വില 15,000 തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബോർഡ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളോട് ഇങ്ങനെ ഡിസ്കൗണ്ടുകളോ ഓഫറുകളോ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാനിക്കത് മനസ്സിലാവും, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ആളുകൾ എല്ലാവരും ഓഫറുകളുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു മോഡലാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതിനകത്ത് അത്യാവശ്യം ഡ്രോയിങ് കാര്യങ്ങളും എല്ലാ അവിടെ ലോക്കർ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. രഹസ്യ ലോക്കറാ. പിന്നെ എന്തെങ്കിലും പിള്ളമാരെ പേടിച്ച് കാശൊക്കെ വെക്കാൻ പറ്റും. അല്ല വേറൊരു കാര്യം ഉണ്ടോ, ഈ ഡോറുകളൊക്കെ ചെയ്തേക്കണ കണ്ടോ? സാധാരണ സ്റ്റീൽ അലമാര ഉണ്ടാക്കുന്ന പോലെ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആളുകളുടെ മൈൻഡിലുള്ള പോലെ അല്ല. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ആ വുഡും കൊണ്ട് നമ്മൾ ചെയ്യൂലേ, മരം കൊണ്ട് ഒരു ഡോർ ഉണ്ടാക്കുന്ന അതേ മെത്തേഡാണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒന്നും അനങ്ങാത്തത്, അത്ര ഹെവി ആയിട്ടിരിക്കുന്നത്. ഈ തട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര ക്വാളിറ്റി ഉള്ളതാ. ഇത് കണ്ടില്ലേ, ഈ തട്ടും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ അത്രയും. അല്ല അത് ഞാൻ പ്രത്യേകം പറയണത്, ചില ആളുകൾ ഡ്രസ്സ് വെച്ചിട്ട് ഈ തട്ടുകൾ വളഞ്ഞു പോകുന്നുള്ള പരാതി പറയാറുണ്ട് സ്റ്റീൽ അലമാര മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റിന്റെ കനം കുറവാണ്, മെറ്റൽ ഷീറ്റിന്റെ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ എല്ലാ സാധനങ്ങളും നല്ല സാധനങ്ങൾ അതാണ്. ഇത് ഡ്രസ്സ് വെച്ചിട്ട് തട്ട് താന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റീലിന്റെ വേണ്ടെന്ന് പറയും. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറവാണ്. നമ്മളുടെ അലമാരിയിൽ വേണമെങ്കിൽ സാനി കയറി ഇരുന്നോ, കേട്ടിരുത്താന്ന് വെറുതെ പറഞ്ഞല്ല. താനൊരു അലമാര കയറി ഇരുന്നോ, കൊണ്ടല്ല. താനൊരു വിശ്വാസയോഗ്യമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആളാണ്. ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥാപനവും ജനങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ് അതിന്റെ അകത്ത് സാനി കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഇനി അതിന്റെ അടിയിൽ കമന്റ് ഇടും, പറയല് മാത്രമേ ഉള്ളൂ സാധനം ഇരുത്തിയില്ലെന്ന് പറയും. ഇരുന്ന ഒടിഞ്ഞ് വീഴോന്നും പറയും. തനിക്ക് ഇഷ്ടമുള്ളത് എവിടെയെങ്കിലും കയറിയിരുന്നോ. ചെറിയ ലോക്കർ സെറ്റ് ചെയ്തേക്കണം, ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തേക്കണം. ആണോ? കസ്റ്റമർ പറഞ്ഞിട്ട് സെറ്റ് കൊടുത്തേ. ഈ ലോക്കർ സെറ്റപ്പ് കണ്ടില്ലേ, അത് നമുക്ക് ഇവിടെ അതിന്റെ സെറ്റപ്പ് ബാങ്കിലൊക്കെ ലോക്കർ പോലെ അല്ലേ? അതെ. എന്നാലും ഇതിന്റെ അകത്ത് കയറണോ?
ഉറപ്പാണോ? എവിടെ കയറിയിരുന്നോ? ചേട്ടൻ പറയുവാണ് ഞാൻ കയറിക്ക് ഒരു പ്രശ്നമില്ല, അത്രയ്ക്ക് ഉറപ്പാണ് ഈ ഒരു അലമാര. എടോ അത് അല്ലെങ്കിൽ ഞങ്ങൾ 10-36 വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവോ? ഉണ്ടാകത്തില്ല. ഇപ്പൊ ഒരു സ്ഥാപനത്തില് അതിന്റെ ഓണർ എന്നോട് പറയുകയാണ്, സനിയിൽ എന്താ പറഞ്ഞ വിശ്വാസമുണ്ട് ആൾക്കാർക്ക്. അത് വിശ്വാസം ഉണ്ടെന്ന് പറയാൻ കാരണം തന്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാരാണല്ലോ ഞാൻ ഉൾപ്പെടെ. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ വരും തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നാ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊന്ന് ഇരുന്ന് കാണിച്ചു കൊടുക്കാം. കേറിയിരുന്നോടെ ഒരു കുഴപ്പവും പറ്റത്തില്ല. അതെ, ഇതിനകത്ത് ഡ്രസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ താഴത്തോട്ട് പോണേ? അങ്ങനെ പറയണ ആൾക്കാരുണ്ട്. അത്രയ്ക്ക് ഞാൻ പറയട്ടെ, വേണമെങ്കിൽ അടച്ചും വെക്കാം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും അതിനകത്ത് കമന്റുകൾ വരും. അല്ല, അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ കമന്റുകൾ അവർക്ക് അറിയില്ല അതിനെ കുറിച്ച്. അതെ, തീർച്ചയായിട്ടും അവരുടെ മൈൻഡിലുള്ളതും അവർ ചിലപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് മേടിച്ചേക്കണത് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റ്. പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് സ്റ്റീൽ അലമാരയല്ലേ. പക്ഷെ സ്റ്റീൽ അലമാരകളിൽ ലക്ഷറി സ്റ്റീൽ അലമാര വരെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതാണ് ഈ 3 സ്റ്റേറ്റിലും നമ്മൾ ഇത്രയും നമ്പർ 1 ആയിട്ടാണ് നമ്മൾ. സ്റ്റീൽ അലമാരകൾക്ക് ആവശ്യക്കാർ ഒരുപാടുണ്ട് എന്നതിന്റെ തെളിവാണ് എന്നും ഇവിടുന്ന് പോകുന്ന ഓരോ ഡെലിവറി വണ്ടി. പോട്ടെ, ചാടിക്കോ. അല്ല, അതെ, വേറൊരു കാര്യമുണ്ട്. ഇത് നമ്മൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ സ്റ്റേറ്റിലും നമ്മൾ സപ്ലൈ. ഒരു പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ വീട്ടിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. നമ്മളുടെ എംബ്ലോക്കെ കടക്കാർ വിളിച്ചു കളഞ്ഞിട്ടായിരിക്കും വിൽക്കുന്നത്. കേരളത്തിലേക്ക് മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഡെലിവറി. ഇപ്പൊ എന്റെ നാട്ടിൽ ഡെലിവറി ചെയ്ത സ്ഥലങ്ങളൊക്കെ ചേട്ടൻ എന്നോട് പറയുന്നത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. അതെ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ലൊരു സ്ഥാപനം, നിങ്ങൾക്ക് ആ സ്ഥാപനമായിട്ട് നേരിട്ട് കളക്ട് ചെയ്തിട്ട് ഈ സ്റ്റീൽ അലമാരകളൊക്കെ കളക്ട് ചെയ്യാൻ വാങ്ങാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാം. ഈ സംഭവങ്ങളൊക്കെ കണ്ടോ? ഇതിന്റെയൊക്കെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. പഴയ രീതിയല്ല, കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഡ്രോ സിസ്റ്റം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു പിടിപ്പിച്ചേക്കണതൊക്കെ നല്ല വെൽഡ് ചെയ്ത് നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ചെയ്തേക്കണത്. ലോക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഹെവിയാണ്. ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. അപ്പൊ ഇത് നമ്മളെ കാറിന്റെ ലോക്കില്ലേ? അതെ, കാറിന്റെ ലോക്ക്. ആ സിസ്റ്റമാണ് ഇത് ചെയ്തത്. കാറിന്റെ ലോക്കിന്റെ അതേ സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലക്ഷറി പ്രീമിയം ആയിട്ടുള്ള അലമാരകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ വേറൊന്നുമില്ല, സാനിയുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് എന്നാ ഒന്ന് കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ. അപ്പൊ സാനി നമ്മൾ ആദ്യം പറഞ്ഞ അലമാര നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും. അതോടൊപ്പം ഞങ്ങളുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അങ്ങനെ ചെയ്തേക്കണ ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാനി ആ അലമാര കൊണ്ട് തരും. ഉറപ്പ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പറയുമ്പോൾ ഒരു കിടിലൻ അലമാരയാണ്. അപ്പൊ ആലമാര നിങ്ങളുടെ വീട്ടില് കറക്റ്റ് ആയിട്ട് ഞാൻ എത്തിച്ചു തന്നിരിക്കും. ഓക്കെ, അത് ഉറപ്പാണ്. അത് ആൾക്കറിയാടോ, താനും മിക്ക സ്ഥലങ്ങൾ പറയണതൊക്കെ ചെയ്യുന്ന ആളല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സ്ഥാപനം വരുന്ന കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ ബസ് റൂട്ടിൽ മനക്കപ്പടി. ഇത് ആരുടെ വീട്ടിലാണ് എത്രയെന്നുള്ള കാര്യം പ്രത്യേകം നോക്കാം. വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ചേട്ടന്റെ പേജിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ സാനി സംഭവം കൊണ്ടുതരും. കൊണ്ടുതന്നെങ്കിൽ സാധനം നമുക്ക് ശരിയായി. തീർച്ചയായിട്ടും.